നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ്. ഈ രോഹിണി നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് മാസം 1 തീയതി മുതൽ 15 തീയതി വരെ ഇവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഇവര് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ഭാഗ്യങ്ങൾ സിദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു ഗുണം ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് ഇവരുടെ വിദ്യാഭ്യാസ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ രോഹിണി നക്ഷത്രത്തിൽ പറഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. വിദ്യാഭ്യാസ കാര്യത്തില് ഒരു മേന്മയുള്ള സമയമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ത് വിഷയമായിക്കോട്ടെ, എന്ത് പാഠ്യപദ്ധതി ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ഇപ്പോഴുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് മുൻപോട്ടുള്ള യാത്രയിൽ അത് നിങ്ങൾക്ക് വലിയൊരു വിജയമായി തീരാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ 15 ദിവസം നിങ്ങൾ ഏത് വിദ്യയിലാണോ അഭ്യസിക്കുന്ന ആ വിദ്യയിലൊന്ന് നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിവാഹ കാര്യത്തിലൊക്കെ ഒരു ചെറിയ മന്ദഗതി കാണുന്നുണ്ട്. ചെറിയ കല്ലുകടികളൊക്കെ വിവാഹത്തിൽ കാണുന്നുണ്ട്. വിവാഹം കഴിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. രോഹിണി നക്ഷത്രത്തില് വിവാഹമാകാതിരിക്കുന്നവർക്ക് വിവാഹമൊക്കെ ഇച്ചിരി നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഈ സമയങ്ങളിൽ വിവാഹമൊക്കെ ആലോചിക്കുന്ന ഈ 15 ദിവസം ആലോചിക്കുന്ന അത്ര വിജയകരമാകാൻ സാധ്യതയില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. ഈ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ ഒഴിവാക്കി മറ്റു സമയത്തേക്ക് നിങ്ങൾ വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക. വിവാഹം തീരുമാനിച്ചിരിക്കുന്നവരുടെയൊക്കെ വിവാഹം നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വിവാഹത്തിന്റെ ആദ്യ പടി നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഈ സമയം അത്ര നല്ലതല്ല. ഭവനത്തിലൊക്കെ പുതിയ പണികളൊക്കെ നടത്തണം. ഭവനമൊക്കെ പുതുക്കി പണിയുന്ന ഒരു കാലഘട്ടമാണ്. ഭവനമില്ലാത്തവർക്ക് ഭവനത്തിന് വേണ്ടിയുള്ള ആദ്യ പടി എന്ന നിലയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടും നല്ല ഒരു സമയമാണ്. തൊഴിലന്വേഷകർക്കൊക്കെ പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ സമയത്തുള്ള ഇന്റർവ്യൂകളും എക്സാമുകളും ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെയേറെയാണ്. അതുപോലെ തന്നെ ജോലിയിൽ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വിദേശത്തുള്ളവർക്ക് ജോലി മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. പുതിയൊരു ജോലിയിലേക്കൊക്കെ നിങ്ങൾ പ്രവേശിക്കുകയും അത് വളരെ ഉചിതമായിട്ട് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജോലിയൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ലാഭമുണ്ടാകുന്നുണ്ട്. എങ്കിലും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം രേഖാപരമായിട്ടൊക്കെ ചെയ്യുക. ധൂർത്ത് ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. കാരണം പണം ധാരാളം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൂർത്ത് ഒഴിവാക്കി നിങ്ങൾ എല്ലാം വളരെ ചിട്ടയോടെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഈ സമ്പത്ത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ചില പ്രവർത്തികളൊക്കെ മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുകയും അവർ നിങ്ങളിൽ പ്രതീക്ഷയൊക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പ്രശസ്തിയിലേക്കൊക്കെ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തില് ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അവസരങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു കലാകാരനായിരിക്കാം, കായിക രംഗത്തുള്ളവരായിരിക്കാം, രാഷ്ട്രീയക്കാരനായിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തോ ഒരു കഴിവിലൂടെ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പ്രശസ്തിയിലേക്ക് എത്തുന്നുണ്ട്. അത് പലരും അംഗീകരിക്കുന്ന ഒരു പ്രശസ്തിയായിട്ട് മാറുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പണം ചെലവഴിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു. അതുപോലെ തന്നെ കടം കൊടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സമ്പത്ത് വന്നു ചേർന്നാലും അത് നമ്മളെ ഭാവിയിലേക്കൊക്കെയുള്ള ഒരു സുരക്ഷിതത്വത്തിനുള്ള ഒരു കരുതലായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. പണം ധാരാളമായിട്ട് പലർക്കും നിങ്ങൾ ചുമ്മാ കൊടുക്കുന്ന, കടം കൊടുക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതൊന്നും പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഈ രോഹിണി നക്ഷത്രക്കാര് ഈ
മാർച്ച് പകുതിയോടുകൂടി, അതായത് ഒരു 13, 14, 15 ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പല പല ലഹരികളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമൂലം ചില അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അമിതമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു സമയം പോലെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ മതിമറന്നു പോകരുത്. മതിമറന്നു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം നമ്മൾക്ക് ചിലപ്പോൾ ദുസ്സഹകരമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. രോഹിണി നക്ഷത്രത്തിന്റെ ഒരു പൊതുഫലം 15 ദിവസത്തെ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സമയമാണ്. വിവാഹ കാര്യത്തിൽ മാത്രം സ്വല്പം ഒരു അമാന്തം വരുന്നുണ്ട്. അത് കാര്യമാക്കേണ്ടതില്ല. ഒരു 15 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനുവേണ്ടി വീണ്ടും ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നക്ഷത്രങ്ങളുടെ സ്ഥാനമെല്ലാം വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും ഒരു അന്നദാനം നടത്തുന്നതും നല്ലതാണ്. വേണ്ടപ്പെട്ട കൈകൾ എത്താൻ മാത്രം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.